ലോഹപാത്രങ്ങളെ ഒഴിവാക്കുക. ഇതാണ് നമ്മളെ പാത്രം, ഇതാണ് പഴയ പാത്രം. ഇതിപ്പോൾ ഒരു 4 ആള് 5 ആള് ഒരു 3 മക്കളും ബാപ്പയമ്മയാണെങ്കിൽ അവർക്ക് ചോറ് വെക്കാൻ ഇത് മതി. ഗ്യാസിൻ്റെ വർത്താനം പറയുന്നത്, ഗ്യാസിൻ്റെ വർത്താനം എവിടെ പറയുന്നത്? ഗ്യാസിൻ്റെ വർത്താനം പറയുന്നത്. ഗ്യാസിൻ്റെ കാര്യം ഇവിടെ പറയണേ ഇല്ല. നമ്മൾ വിറകടുപ്പുണ്ടാക്കുക. വിറക് ഇപ്പോഴും വില കുറഞ്ഞ വിറക് കിട്ടും, ഇപ്പോഴും കിട്ടും. വിറകിനൊന്നും ഒരു പ്രയാസവും ഇന്നും പഠിച്ചൊന്നും വെച്ചിട്ടില്ല. ഇതാ ഒരു 2 ആള് ബാപ്പയമ്മ അവർക്ക് ചോറ് വെക്കാനാണെങ്കിൽ ഒരു കുട്ടി, ബാപ്പയമ്മ ഒരു കുട്ടി ചോറ് വെക്കാൻ ഇത് മതി. മൺചട്ടി, കൂട്ടുണ്ടാക്കാൻ ഇത് നാച്ചുറൽ ഫുഡ്. ഇതിൻ്റെ ഗുണം ആയിരക്കണക്കായ കൊല്ലങ്ങളായി ഭാരതീയ ആചാര്യന്മാർ ലോകത്തോട് പറഞ്ഞതാണ്. ഇത് വല്ലാത്തൊരു സാധനമാണ്. ഇതിൽ വെള്ളം വെച്ച് കുടിച്ചാൽ പോലും ഭയങ്കര സുഗന്ധമുണ്ടാവും. ഒരു വെള്ളം നിങ്ങൾ കുറച്ച് നേരം ഇതിൽ വെള്ളം ഒഴിച്ച് നോക്കി, എന്നിട്ട് ആ വെള്ളം കുടിച്ച് നോക്കി, പച്ചവെള്ളം. എന്തൊരു ഭംഗിയാണ്, എന്തൊരു രുചിയാണ്. അതേ സമയത്ത് ലോഹപാത്രത്തിൽ വെച്ച ഒന്നും രുചി ഉണ്ടാവില്ല. നമ്മൾ അടുക്കളയിൽ ഇനി നമ്മൾ ഒഴിവാക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഇത് കൂട്ടാൻ്റെ പാത്രമാണ്. ഇതാ പറഞ്ഞ 2 ഒരു ബാപ്പയും ഉമ്മയും ഒരു മോനും. അവർക്ക് ചോറുണ്ടാക്കാൻ ഇത് മതി. കൂട്ടാൻ ഇതിലും ഉണ്ടാക്കാം. ഇനി ഒന്നും കൂടെ കൂട്ടാണ്ടാക്കാൻ പറ്റിയതാണ് ഇത്. ഇനി പത്തിരിച്ചട്ടി അതുപോലെ വേറെ ഉണ്ട്. പത്തിരിച്ചട്ടി, പിന്നെ എന്താ പറയുക, പിന്നെ അപ്പച്ചട്ടി ഒക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാം ഇതാണ്. എല്ലാം ഒരു സാധനം, ലോഹപാത്രത്തിൽ വെച്ച ഒരു സാധനം എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലുണ്ടാക്കിയില്ല, ഒരു ഭക്ഷണം ഉണ്ടാവില്ല. ഒക്കെ ഇതന്നെ. അതിൻ്റെ ഗുണമുണ്ട്. ആ ഭക്ഷണത്തിൻ്റെ രുചി എന്താ? അങ്ങനെയല്ലേ? ഒരു മൺപാത്രത്തിൽ വെച്ച ഭക്ഷണത്തിൻ്റെ രുചി എന്താ? അതുകൊണ്ട് ലോഹപാത്രങ്ങളെ വേവിക്കാനെങ്കിലും ലോഹപാത്രങ്ങളെ വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക. ഇതാണ് ഇനി അടുക്കളയിലെ അടുത്ത് പറയാനുള്ളത്. ചിന്തിക്കുക. മൺപാത്രത്തിൽ പാകം ചെയ്യുന്ന ആഹാരം ആയുർവേദത്തിൽ മൃദുപാത്രം എന്ന് പറയും. മൺപാത്രത്തിന് മൃദുപാത്രം എന്ന് പറയും. മണ്ണിൻ്റെ പാത്രം പാചകത്തിനും വെള്ളം സൂക്ഷിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണെന്നതിൻ്റെ കാരണം ആയുർവേദത്തിലെ ഗ്രന്ഥങ്ങളിലെ ഒരുപാട് ശ്ലോകങ്ങളിൽ ഒരുപാട് റെഫറൻസ് നമുക്ക് കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. മൺപാത്രത്തിൽ പാകം ചെയ്യുന്ന ആഹാരം ശരീരത്തിലെ വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെ സമനില സന്തുലിതാവസ്ഥയെ സംരക്ഷിക്കും, ദഹനശേഷി വർദ്ധിപ്പിക്കുമെന്നും ആയുർവേദ ഭാവപ്രകാശത്തിൽ പറയുന്ന മൃദുപാത്രേ രാചിതം ഹൃദ്യം രസായന ഗുണാവഹം സർവദോഷഹരം ശുദ്ധം ദീപനം പാചനം പരം. എന്താ പറയുന്നത്? മൃദുപാത്രേ രാചിതം, മണ്ണുകൊണ്ടുള്ള പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം. മൃദുപാത്രേ രാചിതം, മണ്ണുകൊണ്ടുള്ള പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം. ഹൃദ്യം, മൃദുപാത്രേ രാചിതം ഹൃദ്യം, ഹൃദയത്തിന് ഇമ്പമുള്ളതാണ്, ശരീരത്തിന് പ്രിയങ്കരവുമാണ് ഹൃദ്യം. മൃദുപാത്രേ രാചിതം ഹൃദ്യം രസായന ഗുണാവഹം. എന്താ ഇതിനർത്ഥം? ശരീരകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും അത് ആൻറ്റി ഏജിങ് കൊണ്ടുവരികയും വാർദ്ധക്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. അതായത് ആൻറ്റി ഏജിങ്, മനസ്സിലായില്ല? ഒരാൾ ഏജ് അറിയിക്കാതിരിക്കുക. സ്ഥിരമായി മൺപാത്രത്തിൽ വേവിച്ച് കഴിക്കുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വയസ്സ് കൂടൂല. അതായത് ശരീരത്തിൽ നോക്കിയാൽ അവൻ്റെ വയസ്സ് കൂടിയതായി തോന്നൂല. മൺപാത്രത്തിൽ വേവിച്ചാൽ
സ്ഥിരമായി മൺപാത്രം വേവിക്കുക. ഇപ്പൊ ഇന്ന് പെണ്ണുങ്ങൾ അതിന് വേണ്ടിയിട്ട് മറ്റേ എന്താ പറയാ, കുറെ ഈ എന്താ ഡോവ് ഇത് ഇതൊക്കെ വാരി തേക്കുക, പ്രായം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അടുത്ത കെമിക്കലാണ്. അത് നേരെ കിഡ്നി പോയി കയറും. ആവശ്യമില്ല. മൺപാത്രം ദാ മൃദുപാത്രേ രാജിതം, മണ്ണുകൊണ്ടുള്ള പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം ഹൃദ്യം, ഹൃദയത്തിന് ഇമ്പമുള്ളതും ശരീരത്തിന് പ്രിയങ്കരവുമാണ്. രസായന ഗുണാവഹം, അത് ശരീരകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും വാർദ്ധക്യത്തെ തടയുകയും ചെയ്യുന്നു. രസായന ഗുണാവഹം, ആന്റി ഏജിങ് അതിലുണ്ട്, ഏജ് അറിയിക്കൂല. സർവദോഷഹരം, വാദം പിത്തം കഫം എന്നിവയെ കോപിക്കാതെ അത് ശാന്തമാക്കും. അതാണ് സർവദോഷഹരം. ശുദ്ധം, യാതൊരുവിധ ലോഹ വിഷാംശങ്ങളും ഇല്ലാത്ത അതീവ ശുദ്ധമായതാണത്. കാരണം ഇത് തന്നെയാണ് നെയ്യും. എന്നെ പഠിച്ചതും കളിമണ്ണിൽ നിന്നാണ്. ഇത് എന്തുതന്നെയാണ്? കളിമണ്ണാണ്. ദീപനം, മന്ദഗതിയിലായ ദഹനാഗ്നിയെ കൃത്യമായി അത് ഉണർത്തും. ശുദ്ധം, ദീപനം, പാചനം, പരം, ഭക്ഷണത്തെ എളുപ്പത്തിൽ ദഹിപ്പിക്കാനും അത് സഹായിക്കും. ശ്രദ്ധിക്കുക. ഭാവപ്രകാശത്തിൻ്റെ നടുവിൽ നിന്നാണ് ഞാൻ വായിച്ചത്. മൺപാത്രങ്ങൾ ചൂട് സാവധാനം കടത്തിവിടുന്നതിനാൽ ഭക്ഷണം കരിഞ്ഞു പോകാതെയും അതിൻ്റെ സ്വാഭാവിക ഗുണം നഷ്ടപ്പെടാതെയും അത് സൂക്ഷിക്കും. അതായത് പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചൂട് മെല്ലെ മെല്ലെ കയറിയ ലോഹപാത്രത്തിലൊരു പാത്രം ഭക്ഷണം വെച്ച് പുറത്തേക്ക് പോയ പെണ്ണിൻ്റെ മനസ്സും ഇതിൽ ഭക്ഷണം വെച്ച് പോയ പെണ്ണിൻ്റെ മനസ്സും രണ്ടായിരിക്കും. എന്ത്? ലോഹപാത്രത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? അടി പിടിക്കും. കാരണം ലോഹപാത്രം പെട്ടെന്ന് ചൂടിന് ആഗിരണവും വികിരണവും നടത്തും. അതല്ല എന്ത്? ഇത് മണ്ണിലേക്ക് ചൂട് മെല്ലെ കയറുള്ളൂ, അത് മെല്ലെ ചൂട് കൊടുക്കുള്ളൂ. അതുകൊണ്ട് കരിയൽ കുറയും. കരിഞ്ഞ ഫുഡ് ശരീരത്തിന് ദോഷകരമായി മാറും, പെട്ടെന്ന് കരിയും. അത് സർവ്വസാധാരണയായി നമ്മളെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കരിച്ചിൽ കൂടും, ഇത് നമ്മളറിയില്ല. മൃദ്ഗഡേ പാചിതം ലാഘവം സ്വാദു പുഷ്ടിതം ന കരോതീഹി ദോഷം ച യഥാ അന്യലോഹജം. എന്താ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? മൃദ്ഗഡേ പാചിതം, മൺപാത്രത്തിൽ വേവിച്ചെടുത്തത്, ലാഘവം, വയറിന് ഒട്ടും ഭാരം ഉണ്ടാക്കാത്ത തരത്തിൽ ലഘുവായ ഭക്ഷണമായിരിക്കും. വയറിന് ഭാരം ഉണ്ടാക്കൂല എന്ത് വേവിച്ചാൽ. ചില ഭക്ഷണങ്ങളൊക്കെ വല്ലാത്ത, ഇപ്പോൾ ഇറച്ചി, മീൻ, എന്തും ചോറ് നിങ്ങളൊന്നും വേണ്ട, ചോറ് അത് മൺപാത്രത്തിൽ വേവിച്ചതിന് പ്രത്യേക രുചിയാണ്. മൃദുകടേ പാചിതം ലാഘവം സ്വാദ് എന്നാൽ ഭക്ഷണത്തിൻ്റെ സ്വാഭാവിക രുചി നിലനിർത്താൻ അതിന് കഴിയും. പുഷ്ടിതം, ശരീരത്തിന് ആവശ്യമായ ഊർജവും പുഷ്ടിയും അത് നൽകും. അതേസമയം ലോഹം നേരെ എതിരാണ്. ലോകത്തിൽ ചില കൂട്ടുകൾ ഈ ഭക്ഷണത്തിൽ ചേരുമ്പോൾ സ്വാഭാവികമായി മനുഷ്യന് വൈഷമ്യം, ഒരു ഉന്മേഷക്കുറവതൊക്കെ ഉണ്ടാക്കും. ന കരോതീഹി ദോഷം ച, ശരീരത്തിന് യാതൊരുവിധ ദോഷവും മൺപാത്രം വരുത്തുകയില്ല. മൺപാത്രത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം ശരീരത്തിന് ഒരു ദോഷവും വരുത്തുകയില്ല. യഥാ അന്യലോഹജം, ലോഹങ്ങൾ അമിതമായി ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ മൺപാത്രം ഉണ്ടാക്കുകയില്ല. ലോഹങ്ങളും പഴയ കാലത്തെ ഉണ്ട്. പക്ഷേ ഭക്ഷണം പാകം ചെയ്യാൻ പഴയ കാലത്തെ ജനങ്ങൾ എന്തുപയോഗിക്കൂല? ലോഹപാത്രം ഉപയോഗിക്കൂല. അങ്ങനെ ഉപയോഗിച്ചാൽ ഈ ലോഹത്തിൻ്റെ എന്താ പറയുക, പിന്നെ ചൂട് കൂടുന്നതിനനുസരിച്ച് ലോഹത്തിൻ്റെ ചില അളവുകൾ നേരെ എന്തിലേക്ക് കയറും? ഭക്ഷണത്തിലേക്ക് കയറും. ഇതിനൊന്നും കയറാനില്ല, കയറിയ ഗുണമല്ലാതെ ഒന്നുകൂട്ടില്ലേനും. ഇത് നീ തന്നെയല്ലേ പഠിച്ചവന്നെ ഉണ്ടാക്കിയത്, ഇതിന്നല്ലേ, കളിമണ്ണല്ലേ അതും. മൺപാത്രത്തിലെ വെള്ളത്തിൻ്റെ ദേവതുല്യമായ ഗുണങ്ങൾ. മൺപാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളം വെറുമൊരു തണുത്ത വെള്ളമല്ല, അത് ശരീരത്തിന് അമൃതിന് തുല്യമാണെന്ന്
സുശ്രുത സംഹിതയിൽ സുശ്രുതാചാര്യൻ വിശദീകരിച്ചിട്ടുണ്ട്. മൺപാത്രത്തിൽ വെള്ളം കുടിക്കണം. എത്ര കൊല്ലങ്ങൾക്കുമാണ് ഇതൊക്കെ സുശ്രുതനെ പോലെയുള്ള മഹാന്മാർ എഴുതി വെക്കുന്നത്. നോക്ക്, ഭൂമി പാത്രസ്ഥിതം തോയം ശീതളം വിമലഗുണം തർപ്പണം ഹൃദ്യം സുഗന്ധി ച ഗുണാവഹം. എന്താ ഭൂമി പാത്രസ്ഥിതം തോയം? ഭൂമിയുടെ അംശമായ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം ശീതളം, പ്രകൃതിദത്തമായ കുളിർമയുള്ളതാണ്. അതായത് ഫ്രിഡ്ജിലെ വെള്ളം പോലെയല്ല. ഫ്രിഡ്ജിൽ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കും, അത് ഗുണമല്ല. കാരണം അത് പ്രകൃതിദത്തമായ തണുപ്പ് അല്ല, അത് പ്രകൃതിദത്തമായ ഗുണമല്ല, അത് സൃഷ്ടിച്ചെടുത്തതാണ്. അതായത് ഇത് നമ്മൾ മൺപാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ അതിന് തണുപ്പുണ്ട്. പക്ഷെ ആ തണുപ്പ് എന്താണ്? പ്രകൃതിദത്തമായ തണുപ്പാണ്. കാരണം പ്രകൃതി വെള്ളത്തിനെ സൂക്ഷിക്കുന്നത് മണ്ണിലല്ലേ. ഇവിടെ നീ സൂക്ഷിച്ചതും എന്ത് തന്നെയാണ്? ലോഹത്തിലല്ല, പിന്നെ എന്തിലാണ്? മണ്ണിലാണ്. അതന്നെ ഭൂമി പാത്രസ്ഥിതം തോയം, ഭൂമിയുടെ അംശമായ മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം ശീതളം, പ്രകൃതിദത്തമായ കുളിർമയുള്ളതാണ്. വിമല ഗുണം, അഴുക്കുകളില്ലാത്ത അതീവ നിർമ്മലമായ ഗുണത്തോട് കൂടി നിലനിൽക്കുന്നതുമാണ് വിമല ഗുണം. അതിലൊരു അഴുക്കുണ്ടാവില്ല, എന്തിനേയും അത് വലിച്ചെടുക്കും. തർപ്പണം, കോശങ്ങൾക്ക് പെട്ടെന്ന് തൃപ്തിയും ആശ്വാസവും അത് നൽകുന്നു. ഹൃദ്യം തർപ്പണം, കോശങ്ങൾക്ക് തൃപ്തി. അതായത് നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഡീഹൈഡ്രേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ റീഹൈഡ്രേഷൻ സംഭവിക്കുക. അത് പരമാവധി എന്ത് ചെയ്യുമെന്നാൽ അത് ഹൃദ്യം, അത് കോശങ്ങൾക്ക് തർപ്പണം, കോശങ്ങൾക്ക് പെട്ടെന്ന് തൃപ്തിയും ആശ്വാസവും നൽകുന്നു. ഹൃദ്യം, ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് മൺപാത്രത്തിലെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. സുഗന്ധിച്ച, മൺമണത്തോടുകൂടിയ സുഗന്ധമുള്ളതാണ്. ഇപ്പം മണ്ണിൻ്റെ മണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേനൽ ആദ്യമായി മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് വെള്ളം വീഴുന്ന സമയത്തൊരു വാസന ഉണ്ട്. ആ വാസന അനുഭവിച്ചിട്ടുണ്ടോ? എന്താ അതിൻ്റെ ഒരു വാസന, മനസ്സിലായില്ല? ആദ്യമായി മഴ അങ്ങോട്ട് പെയ്യുന്ന സമയത്ത് ആ മഴക്ക് വല്ലാത്ത പ്രതിരോധ ശക്തിയാണ്. മഴവെള്ളം പൊതുവെ നല്ലതാണ്. ആ വെള്ളം അങ്ങോട്ട് ഭൂമിയിൽ പതിക്കുമ്പോൾ മണ്ണതിൽ കുടിക്കുന്ന സമയത്ത് ഒരു വാസന ഉണ്ട്. ആ വാസന വല്ലാത്തൊരു വാസനയാണത്. സുഗന്ധിച്ച, മൺമണത്തോടുകൂടിയ സുഗന്ധമുള്ളതാണ്. ഗുണാവഹം, ശരീരത്തിലെ പിത്തദോഷത്തെ, അമിതമായ ചൂട്, അസിഡിറ്റി എന്നിവ ശമിപ്പിച്ച് ആരോഗ്യത്തെ നിലനിർത്താൻ മൺപാത്രത്തിൽ വേവിച്ചതും മൺപാത്രത്തിൽ വേവിച്ച ഭക്ഷണത്തിനും മൺപാത്രത്തിൽ സൂക്ഷിക്കുന്ന വെള്ളത്തിനും കഴിയുന്നു. ഇത് സുശ്രുത സംഹിതയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ചിന്തിക്കണം. 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ഒരു പഠനം. 2024 ആധുനിക അടുക്കളകളിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും പ്രഷർ കുക്കറുകളും വ്യാപകമാണെങ്കിലും പരമ്പരാഗത മൺചട്ടികളിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് രുചിയും ആരോഗ്യ ഗുണങ്ങളും കൂടുതലാണ്. മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രധാന ആരോഗ്യ ഗുണങ്ങൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനം. അതായത് നമ്മളിത് ഒഴിവാക്കി, ഇത് പരമ്പരാഗതമായി നമ്മൾ നിലനിരുന്ന സാധനം, ഇതൊഴിവാക്കി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി 2024 പഠന റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലോഹപാത്രങ്ങളെ ഒഴിവാക്കിയിട്ട് എന്തുപയോഗിക്കണം? മണ്ണിൻ്റെ പാത്രങ്ങൾ ഭക്ഷണം വേവിച്ചെടുക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ട് 2024. എന്താണ്? ഒന്ന്, മൺപാത്രങ്ങളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ, ചെറിയ സുഷിരങ്ങളിലൂടെ ചൂടും ഈർപ്പവും തുല്യമായി പടരുന്നതിനാൽ ഭക്ഷണത്തിലെ വിറ്റാമിനുകളും മറ്റ് പോഷകങ്ങളും നശിച്ചു പോകാതെ ദീർഘമായി നിലനിൽക്കും. അതായത് ചൂടും ഈർപ്പൊക്കെ ഒരു നല്ല സന്തുലിതാവസ്ഥയിലാണ് ഈ സുഷിരങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ എന്തുണ്ടാവുമെന്നറിയോ? അതിലെ വൈറ്റമിനുകളോ പോഷകങ്ങളോ, ഇതിലുണ്ടാക്കിയ വൈറ്റമിനോ പോഷകങ്ങളോ അങ്ങനെ നിലനിൽക്കും. ഫ്രിഡ്ജിൽ കയറ്റാതിരുന്നാൽ മതി. അസിഡിറ്റി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ആൽക്കലൈൻ, നാച്ചുറൽ ആൽക്കലൈൻ, മനസ്സിലായില്ലേ? അതിലടങ്ങും. പ്രകൃതിദത്തമായ കളിമണ്ണ് പ്രകൃതിദത്തമായി ക്ഷാര സ്വഭാവം ആൽക്കലൈൻ എന്നാണ്, അതാണ് ക്ഷാര സ്വഭാവം ഉള്ളതാണ്.
ഇത് ഭക്ഷണത്തിലെ അസിഡിറ്റിയെ നിർവീര്യമാക്കി ശരീരത്തിൻ്റെ പി എച്ച് നിലനിർത്താൻ അത് സഹായിക്കുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ മനസ്സിലായിരുന്നു. അതിൻ്റെ പി എച്ച് നിലനിർത്താൻ ഇതിന് കഴിയും. ഭക്ഷണത്തിൽ ഈ കളിമണ്ണിൽ പ്രകൃതിദത്തമായി ക്ഷാര സ്വഭാവമുള്ള ഈ പ്രകൃതിദത്തമായ പാത്രത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം അസിഡിറ്റിയെ നിർവീര്യമാക്കും. ഫ്രിഡ്ജ് അസിഡിറ്റിയെ ഉണ്ടാക്കും. അതേ ലോഹപാത്രങ്ങളും അസിഡിറ്റിയെ ഉണ്ടാക്കും. അതേസമയത്ത് ഇത് ശരീരത്തിൻ്റെ അസിഡിറ്റിയെ നിർവീര്യമാക്കി പി എച്ച് നിലനിർത്താൻ സഹായിക്കും. ഇത് ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കും. മൺചട്ടികൾ സ്വാഭാവിക ഈർപ്പവും എണ്ണമയവും നിലനിർത്തുന്നതിനാൽ പാചകത്തിന് വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ലോഹപാത്രങ്ങളിൽ ഈ എണ്ണ കാണണമെങ്കിൽ എണ്ണ കൂടുതൽ ഒഴിക്കണം. അതേസമയത്ത് മൺപാത്രത്തിൽ കുറച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായില്ലേ? മൺപാത്രത്തിൽ കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി. ലോഹപാത്രത്തിൽ എണ്ണ കൂടുതൽ ഉപയോഗിക്കണം. അത് പുറത്തേക്ക് ചൂട് കൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതങ്ങനെയല്ല. ഇതൊരു പ്രത്യേക അവസ്ഥയിൽ നിലനിർത്തുന്നതുകൊണ്ട് കുറഞ്ഞ എണ്ണ മതിയാവും. പാചകത്തിന് വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഇത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ്. കളിമൺ പാത്രത്തിലെ ഭക്ഷണം ധാതുക്കളെ സമ്മാനിക്കും. ഓക്സ്ഫോർഡിൻ്റെ പഠനം കളിമണ്ണിൽ പ്രകൃതിദത്തമായി അടങ്ങിയിരിക്കുന്ന കാൽസ്യം, മഗ്നീഷ്യം, അയണ്, ഫോസ്ഫറസ്, അതേപോലെ സൾഫർ തുടങ്ങിയ പ്രധാന ധാതുക്കൾ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൽ കലരും. ഇത് നല്ലതാണ്. അതേസമയത്ത് രാസവസ്തുക്കളോ ടെഫ്ലോൺ കോട്ടിങ്ങുകളോ ഇല്ലാത്തതിനാൽ ഉയർന്ന ചൂടിൽ പോലും മൺപാത്രത്തിൽ നിന്ന് വിഷാംശമുള്ള വാതകങ്ങളോ കെമിക്കലുകളോ ഒരിക്കലും ഭക്ഷണത്തിൽ കലരുകയില്ല. മനസ്സിലാക്കണം. അതായത് ഈ ലോഹപാത്രങ്ങളിലാവുമ്പോൾ ഒരളവിൻ്റെ അപ്പുറത്തേക്ക് ചൂട് കൂടിക്കഴിഞ്ഞാൽ ആ ലോഹത്തിൻ്റെ ഒരു അംശം എന്തിലേക്ക് കയറും? ഭക്ഷണത്തിലേക്ക് കയറും. ഇതങ്ങനെയല്ല. ഇത് എത്ര ചൂട് കൂടിയാലും ദോഷകരമായ സാധനം ഏറി വന്ന കയറുള്ളത് എന്താ? മണ്ണാണ് ഭക്ഷണത്തിൻ്റെ ഭാഗമല്ല, നെൻ്റെയും ഭാഗമല്ല. ഇതുണ്ടാക്കിയ രണ്ട് സാധനം കൊണ്ടാണ്. ഇതിൽ കെമിക്കലില്ല. ഒന്ന് കളിമണ്ണും ഒന്ന് പച്ചവെള്ളവും. മനസ്സിലായില്ല? പാത്രം എങ്ങനെ ഉണ്ടാക്കുക? മൺപാത്രം ഉണ്ടാക്കൽ മണ്ണ് വെള്ളത്തിൽ കുഴക്കും. എന്നിട്ട് പ്രത്യേകമായി അവരുടെ കയ്യിൽ ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിൽ ചില പ്രത്യേകമായ മൊഡ്യൂൾ വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നതാണ് എന്ത്? മൺപാത്രം. മൺപാത്രത്തിൽ രണ്ട് സാധനങ്ങളേ ഉള്ളൂ. എന്തൊക്കെ? വെള്ളമുണ്ട്, കളിമണ്ണുണ്ട്. ഇനി എന്തിലേക്ക് ഇനി ഭക്ഷണത്തിലേക്ക് കൂടാൻ എന്താ ഇനി കൂടാനുള്ളത്? ഒന്നും കൂടാനില്ല. അതേസമയത്ത് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ കോട്ടിങ്ങാണ് അതിലുള്ളതെന്നറിയോ? ആ കോട്ടിങ്ങൾ നമുക്ക് വളരെ ദോഷം ഉണ്ടാക്കും. അതിൻ്റെ പരിധിക്കപ്പുറം ചൂടായാൽ ഈ കോട്ടിങ് നേരെ ഭക്ഷണത്തിലേക്ക് കലരും. ഇതിൽ ഇനി ഒന്നും കലരാനില്ല. കലർന്നാലും എന്താ ഉള്ളത്? മണ്ണല്ലാതെ എന്തത്? മണ്ണ് തന്നെയല്ലേ ഭക്ഷണം ഉണ്ടായത്. അരി എവിടെ നിന്നുണ്ടായത്? മണ്ണിൽ നിന്ന്. ഗോതമ്പ് മണ്ണിൽ നിന്ന്. അപ്പൊ ആ മണ്ണിന്റെ ശുദ്ധമായ അവസ്ഥയുള്ളൂ. ഒന്നും അമിതമായി കലരാനില്ല. മണ്ണല്ലേ? മണ്ണ് എന്താണെങ്കിലും ഇതിന്റെ സന്തുലിതാവസ്ഥയാണ് മണ്ണ്. അതാണ് ഈ പറയുന്നത്. രാസവസ്തുക്കളോ ടെഫ്ലോൺ കോട്ടിങ്ങുകളോ ഇല്ലാത്തതിനാൽ ഉയർന്ന ചൂടിൽ പോലും മൺപാത്രങ്ങളിൽ നിന്ന് വിഷാംശമുള്ള വാതകങ്ങളോ കെമിക്കലുകളോ ഭക്ഷണത്തിൽ കലരുകയില്ല. അതേസമയത്ത് മറ്റുള്ള ലോഹപാത്രങ്ങൾ അങ്ങനെയല്ല. മൺപാത്രങ്ങൾ വിശദീകരണം കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു ക്ലാസ്സിൽ കൂടി പറയും ഇൻഷാ അള്ളാഹ്. താവികൾ, അതിനെക്കുറിച്ചൊക്കെ അറിയും. ഉപയോഗിക്കേണ്ട താവികൾ. ഇന്നിപ്പോൾ നമ്മൾ താവികൾ മൊത്തം എന്താണ്? ലോഹമാണ്. സത്യത്താവി നമ്മൾ പഴയതിലേക്ക് മടങ്ങണം. ചിരട്ടക്കൈലുകൾ ഷാ അള്ളാഹ്, ചിരട്ടക്കൈല് അതുകൊണ്ടൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ഇളക്കാൻ മരത്തിൻ്റെ തവിയായിരുന്നു പഴയ കാലത്ത്. ഇപ്പം മരത്തിൻ്റെ തവി വീട്ടിലില്ല. ഇപ്പൊക്കെ എന്താണ്? ലോഹമാണ്. അലുമിനിയം ശരീരത്തിൽ കൂടിയാൽ അൽസൈമേഴ്സ് ഉണ്ടാവും. എന്നിപ്പോൾ നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നല്ലൊരു ശതമാനം എന്താണ്? ഈ അലുമിനിയാണ്. അലുമിനിയം ഒരു ആ അളവിലേക്ക് കയറിക്കഴിഞ്ഞാൽ, ഒരു അളവിൻ്റെ ചൂട് കൂടിക്കഴിഞ്ഞാൽ നേരെ ഭക്ഷണത്തിലേക്ക് കയറും. ഇത് അൽസൈമേഴ്സ് അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കും.
വിശദീകരണം അടുത്ത ക്ലാസ് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെ പ്രകൃതിദത്തമായ നമ്മുടെ നാച്ചുറൽ അടുക്കളയിലേക്ക് നമ്മൾ മടങ്ങിയാൽ എൻ്റെ ഫുഡൊക്കെ ഒന്ന് നിയന്ത്രിക്കാം, സാധനങ്ങൾ വാങ്ങുന്നത് നിയന്ത്രിക്കാം, കണ്ടതൊക്കെ വാരി കൊണ്ടുവന്നിട്ട് കഴിക്കുന്നത് നിയന്ത്രിക്കുക, ആ ഒഴിവാക്കുക. ഇറച്ചി മീനൊക്കെ പാകത്തിന് വാങ്ങുക, പച്ചക്കറികളൊക്കെ നല്ല ഇതിലൊക്കെ ഇട്ടിച്ചു ഭക്ഷണമാക്കി കഴിക്കുക, ഇതിൽ വെള്ളം വെക്കുക, ആ വെള്ളം കുടിക്കുക, വലിയ മൺപാത്രത്തിൽ വെള്ളം വെക്കുക, എന്നിട്ട് കുടിക്കുക. മനസ്സിലോണ്ട് പറഞ്ഞത് മനസ്സറിഞ്ഞ് കുടിക്കുക. ഒക്കെ എല്ലാം നാശമായി, എല്ലാം നാശമാണ്, എല്ലാം നാശമാണ്. പ്രധാനം വെള്ളം കുടിക്കലിന് എങ്ങനെ വെള്ളം കുടിക്കലെന്ന് അറിയില്ല. ഇപ്പം വെള്ളം കുടിക്കൽ, ഇപ്പോൾ പഴയ കാലത്ത് വെള്ളം കുടിക്കൽ, ഒരാൾ പഴയ കാലത്ത് ഒരു പാത്രത്തിൽ വെള്ളം, മൺപാത്രത്തിൽ വെള്ളം വെക്കും, എന്നിട്ട് ഒരു ഗ്ലാസ് കൊണ്ട് എടുത്തിട്ട് കുടിക്കും. എങ്ങനെ വെള്ളം കുടിക്കൽ? പഴയ കാലത്ത് എങ്ങനെ വെള്ളം കുടിക്കൽ? പഴയ കാലത്ത് വെള്ളം കുടിച്ചിരുന്നത് വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പോൾ വെള്ളം കുടിക്കൽ ഇങ്ങനെയാണ്. എന്ത്? വെള്ളം എടുക്കും, ഇത് നേരെ പമ്പ് ചെയ്യും അങ്ങോട്ട്. വെള്ളം ആദ്യമായി ബന്ധപ്പെടേണ്ടത് എന്തിലേക്കാണ്? ചുണ്ട് നനച്ച ദാഹം മാറും. ചുണ്ട് നനച്ചിട്ടില്ലെങ്കിൽ ശരീരത്തിന് ദാഹം മാറൂല, എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ, ശരീരത്തിന് ദാഹം തീരൂല. മനസ്സിലായില്ല? ദാഹത്തിൻ്റെ ഗ്രന്ഥികൾ നേരെ ബന്ധപ്പെടുന്ന ഒന്നാമത്തെ ഭാഗമാണ് എന്ത്? ചുണ്ട്. അതിന് വെള്ളം കൊടുക്കാതെ ദാഹം തീരൂല. പള്ളയിൽ അങ്ങനെ വെള്ളം നിറയും, ദാഹം തീരൂല. എല്ലാം നശിച്ചു. ഇതൊക്കെ പുതിയ പുതിയ രീതികളാണ്. ഇപ്പൊ വെള്ളം കുടിക്കുന്നത് പണ്ട് അങ്ങനെയല്ല. പണ്ട് മണ്ണിൻ്റെ ഗ്ലാസ്, മണ്ണിൻ്റെ പാത്രം, കുറഞ്ഞ വിലയുള്ളൂ. ഇനി വില കൂടിയാൽ വാങ്ങിക്കോ. അപ്പം അത് മനുഷ്യന്മാർ ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന വിഭാഗം തന്നെ ഒടുങ്ങി എന്നാണ് പറയാം. ഒരു കാലത്ത് അല്ലേ, ഒരു കാലത്ത് കൂമ്പാരന്മാരെന്ന് പറയും പഴയ കാലത്തൊക്കെ നമ്മുടെ നാടുകളിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. മൺപാത്രം ഉണ്ടാക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊരു വിഭാഗം ആളുകൾ, അവരെ കുലത്തൊഴിലാണത്. നല്ല നല്ല മൺപാത്രങ്ങൾ ഉണ്ടാക്കും. അതന്നെ മൺപാത്രങ്ങൾ വാങ്ങും. എനിക്ക് മൺപാത്രങ്ങൾ വാങ്ങാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ആ തലച്ചുമടേറ്റ് പോകുന്നത് കണ്ടാൽ നിർത്തിച്ചിട്ട് വാങ്ങും. എനിക്കത് വലിയ ഇഷ്ടം. എന്തുകൊണ്ട്? അത് വീട്ടിൽ ഉണ്ടായ ആ വീടിനൊരു ഐശ്വര്യമുണ്ട്. ലോഹപാത്രങ്ങളിൽ ഒരു നന്മയില്ല. ഞാൻ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയും. റബ്ബന, ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അതൊക്കെ മാറ്റി കൊണ്ടുവരാൻ നമുക്ക് കഴിയും ചെയ്യും. കഴിയാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എന്താണ് ഒരു വീട്, ഒരു വീടാണെങ്കിൽ ആ വീടിന് അത്ര വലിപ്പമല്ല ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ആ വീട് ഒരു വീടാണ്. നിൽക്കുന്ന ഫ്രിഡ്ജ്, കിടക്കണ ഫ്രിഡ്ജ് എത്ര സൈസ് ഫ്രിഡ്ജാണ്. ഇതൊക്കെ പണി മാറ്റണം. ഇതിനൊക്കെ പണി ഒഴിവാക്കിയിട്ട് നമ്മൾ പഴയ നമ്മുടെ നാച്ചുറൽ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോയാൽ രോഗം കുറയും. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم.